ഞങ്ങൾക്ക് 2 എംപിമാർ രാജ്യത്തുള്ളപ്പോഴത്തേക്ക് ജഹാ ഹുയി ബലിദാൻ മുഖർജി വോ കശ്മീർ ഹമാര എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം നടന്നത് ആ കാശ്മീർ ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് 2 എംപിമാരുള്ളപ്പോൾ ഞങ്ങൾ പറയുന്നതാ. ഞങ്ങൾ പറയുന്ന രീതിയിൽ ഇവിടെ സിലബസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവിടെ AKG ചരിത്രം പഠിക്കുന്നില്ല, EMS ചെയറില്ല ക്യാമ്പസുകൾ. ഞങ്ങൾ തിരിച്ചു നോക്കി എന്തിനാണ് AKG ചരിത്രം പഠിക്കുന്നത്, EMS ചെയറെന്താണെന്ന് ചോദിച്ചാലോ. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിന് കുഴപ്പമില്ല, മറുവശത്ത് ഞങ്ങൾ പറയുന്നതിനാണ് കുഴപ്പം എന്നുള്ള വാദം ശരിയല്ല. നിങ്ങൾ ഈ കൽക്കണ്ടം പൊതിഞ്ഞ് പഞ്ചസാര പൊതിഞ്ഞ് കരിമ്പിൽ മുക്കി ഇത് അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇന്ന് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വായിൽ കൂടി പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിന്റെ ചരിത്രമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനും പൊതിഞ്ഞ് ഞങ്ങൾ അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്നു. ഞങ്ങൾ പച്ചയ്ക്ക് വരുന്ന സംശയിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ചരിത്രം മാത്രമൊന്നുമല്ലല്ലോ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അതിനപ്പുറത്തേക്ക് ഈ 50 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ചരിത്രത്തെ കുറിച്ചിട്ടോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥ ചരിത്രം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് അതിനകത്ത് ഉള്ളിലിരിപ്പല്ല മാധു. അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ്. ഈ രാജ്യത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഇടതുപക്ഷം പറയുന്നത് അവർ പറയുന്ന രീതിയിൽ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ അന്നാലോചിക്കുക, എത്ര ബാലിശമായ വാദമാണ്. ഞങ്ങൾ പറയുന്ന രീതിയിൽ ഇവിടെ സിലബസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവിടെ AKG ചരിത്രം പഠിക്കുന്നില്ല, EMS ചെയറില്ല ക്യാമ്പസുകൾ. ഞങ്ങൾ തിരിച്ചു നോക്കി എന്തിനാണ് AKG ചരിത്രം പഠിക്കുന്നത്, EMS ചെയർ എന്താണെന്ന് ചോദിച്ചാലോ. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിന് കുഴപ്പമില്ല, മറുവശത്ത് ഞങ്ങൾ പറയുന്നതിനാണ് കുഴപ്പം എന്നുള്ള വാദം ശരിയല്ല. തട്ടിപ്പാണല്ലേ നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് പാഠപുസ്തകത്തിൽ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, പാഠപുസ്തകത്തിൽ പഠിക്കേണ്ടി വരും എന്നുള്ള നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അത് രാഷ്ട്രീയമായി പറയേണ്ട ഒരു കാര്യമല്ല. അത് നോക്കൂ, ഈ NCERT എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണ ആയുധമല്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണ? നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര ആത്മവിശ്വാസത്തോട് NCERT ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. മാധു, സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ചരിത്ര പുരുഷന്മാരെ കുറിച്ചിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് പഠിക്കും. അതിലൊരാൾ തന്നെയാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആൾ. ഇന്ന് പറഞ്ഞത് എന്താണ്? ഈ 2 പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സിലബസ് ഇതായിരിക്കും നിങ്ങൾക്ക് അറിയുക? അതോ നിങ്ങൾ ഒപ്പുവെച്ച് കൊടുത്തതാണോ ഈ സിലബസ്? മാധു ആ രീതിയിൽ അതിനെ കാണേണ്ട ആവശ്യം. ഞാൻ ഏത് രീതിയിൽ കാണണമെന്ന് ഞാൻ എനിക്ക് ഭാരതി ഭവനൊന്നും ചോദിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായത്തിൽ എല്ലാവർക്കും രസമാണ്. ഇവിടെ പഠിപ്പിക്കാൻ പോകുന്ന സിലബസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന്റെ അർത്ഥമാണ് കൃത്യമായിട്ട് പറഞ്ഞ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾക്കറിയാമെന്നോ ഞങ്ങൾ മാരാർജി ഭവനിൽ ഇരുന്നിട്ട് സിലബസ് നിർമ്മിക്കുന്നു എന്നോ അല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഞാൻ പറയാം, അത് മാധു അതിനെ വ്യാഖ്യാനിക്കണ്ട. ഞാൻ അതിന്റെ അർത്ഥം പറയാം. അല്ല, കഴിഞ്ഞില്ല. പിന്നെ മാധുവിന്റെ വ്യാഖ്യാനം ഞാൻ കേൾക്കണം. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത്. ആ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ? അത് എല്ലാവരിലും ഞങ്ങളും ഉണ്ടല്ലോ. അതിൽ ഇത് മാധുവിന്റെ വ്യാഖ്യാനം. ഞാൻ പറയുന്നു BJPയുടെ വ്യാഖ്യാനമില്ല. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളിൽ എവിടെയാണ് വ്യാഖ്യാനം? അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. ഞാൻ ഈ വീണ്ടും കേൾപ്പിക്കാൻ തയ്യാറാണ് ശാംരാജ്. ഞാൻ കേട്ടു, നിങ്ങൾ വീണ്ടും കേൾപ്പിക്കുന്നു. അതിൽ വ്യാഖ്യാനം എവിടെയാണ്? അതിൽ വ്യാഖ്യാനം എവിടെയാണ്? വ്യാഖ്യാനമില്ലതിൽ നമ്മൾ പച്ചയ്ക്ക് കേൾക്കുന്ന കാര്യത്തിൽ വ്യാഖ്യാനം. ഞാൻ തുറന്നു പറയുന്നു, ഹെഡ്ഗേവാർ അടക്കമുള്ള ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടി വരും. അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? പഠിക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം തരും. ഒന്നൊരു പാർട്ടിക്ക് ഒരു നിലപാടുമാണ്. ഇപ്പൊ ഇവിടെ ഇടതുപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് ഈ NEP കൊണ്ടുവന്ന സമയത്ത്, PM ശ്രീ കൊണ്ടുവന്ന സമയത്ത് തന്നെ നഖശികാന്തം എതിർത്തു. ഇപ്പൊ നേരെ ഉൾട്ടയടിച്ചിട്ട് ഇപ്പൊ പറയണതാ ഇതിനെ അനുഭവിച്ചു. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾക്ക് 2 എംപിമാർ രാജ്യത്തുള്ളപ്പോഴത്തേക്ക് ജഹാ ഹുയി ബലിദാൻ മുഖർജി വോ കശ്മീർ ഹമാര എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം നടന്നത് ആ കാശ്മീർ ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് 2 എംപിമാരുള്ളപ്പോൾ ഞങ്ങൾ പറയുന്നതാ. ഞങ്ങൾക്ക് 303 എംപിമാരുണ്ടായ സമയത്ത് ഞങ്ങൾ കാശ്മീരിന് പ്രത്യേക പദവി എടുത്ത് കളഞ്ഞു. അവിടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് കാശ്മീരിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ, ഞങ്ങൾക്ക് സ്വദേശി ജാഗരൺ മഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ പതിറ്റാണ്ടുകൾ പിന്നോട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഞങ്ങൾക്ക് സർക്കാരിനെ കിട്ടി. തദ്ദേശീയമായിട്ട് നമ്മൾ ഇവിടെ ആയുധങ്ങൾ വരെ വികസിപ്പിച്ചു. അഗ്നി അടക്കം, തൃശ്ശൂലടക്കം എല്ലാ ആയുധങ്ങളും തന്നെ വികസിപ്പിച്ച് നമ്മൾ കഴിഞ്ഞു.
അങ്ങനെ എല്ലാ കാര്യങ്ങളും അയോധ്യ ക്ഷേത്രം ഞങ്ങൾക്ക് 2 MP മാരുള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങൾക്ക് അധികാരം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് ശേഷം ഞങ്ങൾ നിർമ്മിച്ചു. ഒരു പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ടാവണം. ഇവിടെ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. ഈ നിലവിൽ തമിഴ്നാടും ബംഗാളും ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും PMC നടപ്പാക്കിയിട്ടുണ്ടല്ലോ. അവിടുത്തെ സിലബസിൽ ഏതെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ഇവർക്ക് ആർക്കും അഭിപ്രായമില്ലല്ലോ. നിങ്ങൾ കേട്ടു, BD Kalla, State Education Minister, said the selection of so many schools reflected the Gehlot government's success in improving school education. അതായത് BJP സർക്കാർ നടപ്പാക്കിയ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് BD Kalla എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രം ഭരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം പറയാണ് ഗെഹ്ലോട്ട് ഗവൺമെന്റിന്റെ സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ. അതായത് BJP സർക്കാർ നടത്തിയ പദ്ധതി അത് രാജസ്ഥാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അവരുടെ കോൺഗ്രസ് സർക്കാരിന്റെ വിദ്യാഭ്യാസത്തോടുള്ള അതിന്റെ വിജയമാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് ഇവരും പറയുന്നത്, ഇടതുപക്ഷം പറയുന്നത്. ഞാൻ പോകുന്നു. ബൈ ബൈ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.